സൂറത്തുൽ ഖലം ഒരുപാട് ധിക്കാരികളെ പാഠം പഠിപ്പിച്ച, ഒരുപാട് അഹങ്കാരികളെ അധപ്പതനത്തിലേക്ക് എത്തിച്ച, ഒരുപാട് മോശമായി നടക്കുന്ന ദുർനടപ്പുകാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തു എന്ന് പഠിപ്പിച്ച് ഗുണപാഠം തരുന്ന ഒരു സൂറത്ത്. ഒരു തോട്ടക്കാരുടെ ചരിത്രവും അവരവിടെ പോയി നോക്കുന്ന രംഗവും പോകുമ്പോൾ പാവങ്ങളെ അവഗണിച്ച കണ്ണീരിൻ്റെ കഥകളുമൊക്കെയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലളാല്ലൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അവർ ആ തോട്ടത്തിലേക്ക് ചെന്നു. ഫലമ്മാ റഔഹാ, അത് കണ്ടപ്പോൾ, ആ തോട്ടം നശിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ, ഖാലൂ ഇന്നാ ലളാല്ലൂൻ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടവരായി, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി എന്നവർ പറഞ്ഞു. ബൽ നഹ്നു മഹ്റൂമൂൻ, അവർ വിലപിക്കുന്നവരായി, ഖേദിക്കുന്നവരായി, ഞങ്ങൾ ഇനി അങ്ങോട്ട് വിലപിക്കുന്നവരായല്ലോ, ഞങ്ങളിനി അങ്ങോട്ട് സങ്കടപ്പെടുന്നവരായല്ലോ എന്നവർ പറയാൻ തുടങ്ങി. അവർ ചിലർ പറഞ്ഞു, ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിൻ, അള്ളാഹു പരിശുദ്ധനാണ്, നമ്മളാണ് അക്രമം ചെയ്തത്, വന്ന വഴി മറന്നുപോയി, അള്ളാഹു തന്നതിനെ നമ്മൾ മറന്നു, നമ്മൾ ഗതികെട്ടവരായി, അള്ളാഹുവാണ് പരിശുദ്ധൻ, നമ്മൾ പടച്ചവനെ കുറ്റപ്പെടുത്താൻ പാടില്ല, നമ്മൾ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ചിലർ തിരിച്ചറിഞ്ഞു. ചിലർ മനസ്സിലാക്കും, ചിലർ അറിയില്ല. ഇപ്പോൾ എത്രയോ പഴയ കാലത്തൊക്കെ എത്രയോ വലിയ മുതലാളിമാർ, വലിയ വലിയ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നവർ ഇന്നൊരു ഗതിയില്ലാതെ അലയുന്നുണ്ട് പലരും. അവർ കാണിച്ചു വെച്ച, അവർ ചെയ്തു വെച്ച നെറുകേടിന് പകരം അവരനുഭവിക്കുന്നതാണ് ഇന്ന് നേർജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെ ഓർമ്മിച്ച് അള്ളാഹു തന്നതാണെന്ന ബോധം, അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വേറിട്ട് നിൽക്കുന്നത്. അള്ളാഹു പരീക്ഷണം കൊടുത്തു, നീറി കഴിയുന്ന അവസ്ഥ കൊടുത്തു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ അയ്യൂബ് നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ രോഗമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എന്താ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, 18 വർഷം നമ്മൾ സുഖിച്ചില്ലേ, 18 വർഷം അനുഭവിച്ചില്ലേ, സന്തോഷിച്ചില്ലേ, എല്ലാ നിഅമത്തുകളും എല്ലാ സന്തോഷവും നമ്മൾ ആസ്വദിച്ചില്ലേ? ഇപ്പോൾ എനിക്ക് അള്ളാഹു ഒരു അസുഖം തരുമ്പോൾ അത് മാറ്റിത്തരണേ റബ്ബേ എന്ന് അള്ളാഹിനോട് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. അത് ഞാൻ പറയൂല, പടച്ചവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാ. ശരീരത്തിൽ സൂചി കുത്താൻ ഇടമില്ലാതെ വ്രണങ്ങളല്ല കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, എല്ലാവരും കളഞ്ഞിട്ട് പോയി, ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്നു. ആ ഭാര്യ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടന്നു എന്നാണ്. കാർകൂന്തൽ മുറിച്ച് വിറ്റിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു എന്നാണ്. ആളുകൾ ആട്ടി ഓടിച്ചു എന്നാണ് പല സ്ഥലത്തുനിന്നും. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമയ്ക്ക് പകരമായി, അദ്ദേഹത്തിൻ്റെ സഹനത്തിന് പകരമായി അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ആ രോഗം മാറ്റിയിട്ട് കാരുണ്യവാനായ റബ്ബ് പൂർണ്ണമായ ആരോഗ്യം മടക്കി കൊടുത്തു എന്ന് ഖുർആനും പറഞ്ഞിട്ട് ആ അടിമയെക്കുറിച്ച്, അയ്യൂബ് നബിയെക്കുറിച്ച് ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് എന്ന് അള്ളാഹ് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഓർമ്മ വേണം നമുക്ക്. ഓർമ്മപ്പെടുത്താൻ അള്ളാഹു പലതും നമുക്ക് തരുമ്പോൾ നമ്മളത് മറന്നിട്ട് ഓടുകയാണ്. ഒരിക്കലും പാടില്ല. മൻ തകബ്ബറ വലഅഹുല്ലാ എന്നാണ്. എൻ്റെ കഴിവ്, എൻ്റെത്, എൻ്റെ സ്വന്തം, ഞാനുണ്ടാക്കിയത്, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അവിടെ അവനെ അള്ളാഹു താഴ്ത്തിക്കളയുമെന്നാണ്. വലഅഹുല്ലാ, അവനെ അള്ളാഹു പരാജയപ്പെടുത്തും. അബൂജഹലിലും അബൂലഹബിലും ഒക്കെ കണ്ടത് അതാണ്. അതിന് നേരെ വിപരീതമാണ് അബൂബക്കറിൽ നാം കണ്ടത്. സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, നന്ദിയുടെ ഒരു ലോകമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബാക്കി അബൂജഹലും അബൂലഹബും ഒക്കെ നന്ദി കെട്ടവരായി മാറി. അള്ളാഹു അവരെ അധപ്പതനത്തിൻ്റെ പടുംകുടിയിൽ തള്ളിയിട്ടതാണ് കണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ, അൽ ജവാബ് കാണുന്നവരെ, നമുക്ക് ശമ്പളം കൂട്ടിക്കിട്ടിയാൽ, നമുക്ക് നല്ല മക്കൾ, അവർക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടി, അങ്ങനെയാണല്ലേ പറയാം, എല്ലാ വിഷയത്തിലും ഉന്നത വിജയം കിട്ടി, 99%, 100%. നമ്മൾ അഹങ്കരിക്കരുത്, നമ്മൾ ശുക്റിൻ്റെ സുജൂദ് ചെയ്യണം. എൻ്റെ മക്കളെ വളർത്തണം അല്ല, ഇനിയും ഉയർത്തണമല്ല. കുടുംബശ്രീയിൽ, അയൽക്കൂട്ടത്തിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കുടുംബ സംഗമം നടക്കുമ്പോൾ അതിൽ പേരും പെരുമയും കിട്ടാനല്ല ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. അവർക്കൊരു ഇസ്സത്ത് വേണം, അവർ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം, അവരാരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. അതുകൊണ്ട് നിനക്കാണ് ശുക്ർ, നീയാണ് ബുദ്ധി കൊടുത്തത്, നീയാണ് കഴിവ് കൊടുത്തത്. ഇങ്ങനെ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്.